കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നുമൊക്കെ തന്നെ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം സൈനികർ ഏറ്റുവാങ്ങുന്നു. അതിനുശേഷമാണ് വിലാപയാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന ഈ സൈനിക വാഹനത്തിലേക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം കിടത്തുക. ഇവിടെ നിന്ന് വിലാപയാത്രയായി നിഗംബോധ് ഘട്ടിലേക്കുള്ള അവസാന യാത്രയാണ്. അവസാന മണിക്കൂറുകളാണ് ഇനി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേത്. ഏതായാലും രാജ്യം ആദരവോടുകൂടി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട പറയുകയാണ്. ആ മൻമോഹൻ സിംഗ് എന്ന കാലത്തിൻ്റെ ഒരു അവസാന നിമിഷമാണ് നമ്മൾ ഇപ്പോൾ ഈ ദില്ലിയിൽ നിന്നും ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം AICC ആസ്ഥാനത്തിനുള്ളിൽ നിന്ന് മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ AICC ആസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ നിന്ന് വിലാപയാത്ര ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഇവിടെ സജ്ജമായി കഴിഞ്ഞു. സൈനികരൊക്കെ തന്നെ തയ്യാറായി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. 11 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്ന് നിഗംബോധ് ഘട്ടിലേക്കുള്ളത്. ഇവിടെ സംസ്കാരം നടത്തും എന്നതൊക്കെ തന്നെ വലിയ വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും വിമർശനമായി ഉയരുന്നുണ്ടെങ്കിൽ പോലും ഈ നിമിഷങ്ങളൊക്കെ തന്നെ പൂർണ്ണ ആദരവോടെ ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം വിട പറയുകയാണ്. മുദ്രാവാക്യങ്ങളോടെയാണ് ഇപ്പോൾ AICC ആസ്ഥാനത്തിനുള്ളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രിയ നേതാവിന് വിട പറയുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ AICC ആസ്ഥാനത്തുണ്ടായിരുന്നു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു. പഞ്ചാബിൽ നിന്നടക്കം ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെ തന്നെ AICC ആസ്ഥാനത്ത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അന്ത്യയാത്ര നൽകാൻ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ മൃതദേഹം AICC ആസ്ഥാനത്തിൻ്റെ പ്രധാന ഗേറ്റ് വഴി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സൈനിക വാഹനത്തിൽ കിടത്താനായി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10 മണിയോടുകൂടി AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും ഈ വിലാപയാത്ര ആരംഭിക്കും. ഏതാണ്ട് അരമണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും ഒരുപക്ഷെ നിഗംബോധ് ഘട്ടിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെയെങ്കിൽ 10:45 10:45 നിഗംബോധ് ഘട്ടിൽ എത്തിച്ചേരുകയാണെങ്കിൽ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമത്തിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും നിഗംബോധ് ഘട്ടിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനുശേഷം സ്മാരകം നിർമ്മിക്കാൻ രാജ്ഘട്ടിൽ സ്ഥലം അനുവദിക്കുന്ന കാര്യം ആലോചിക്കാം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ കോൺഗ്രസ് നേതാക്കളും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ തീർച്ചയായിട്ടും നിശബ്ദമായി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് യാത്രയയപ്പ് നൽകുകയാണ് കോൺഗ്രസിന്റെ ആസ്ഥാനം. പിയാസുനിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ വളരെ വൈകാരികമായ രംഗങ്ങളുണ്ട്. അതേസമയം തന്നെ നമ്മളുടെ രാജ്യത്തെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നയിച്ച ഇരുളടഞ്ഞ കാലഘട്ടത്തിലും രാജ്യത്തിന് തെളിച്ചമായി നിന്ന രാജ്യത്തിന് സാമ്പത്തിക ജാതകം തന്നെ തിരുത്തിക്കുറിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഇപ്പോൾ വെള്ളപ്പൂക്കളാൽ അലങ്കൃതമായ മഞ്ചത്തിൽ നിഗംബോധ് ഘട്ടിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ഇപ്പോൾ ഭൗതിക ശരീരം പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ AICC ആസ്ഥാനത്ത് നിന്നും സൈനികരുടെ ചുമതലയിലേറി ചേതനയേറ്റ ആ ശരീരം പുറത്തേക്ക് വരുന്നതാണ്. അവസാന നിമിഷം പോലും വീൽചെയറിൽ രാജ്യസഭയിലെത്തി വോട്ട് ചെയ്യാനും നിയമനിർമ്മാണ പ്രക്രിയകളിൽ പങ്കാളികളാകാനും ഒക്കെ താല്പര്യം പ്രകടിപ്പിച്ച ഒരു നേതാവാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭാഗധേയം തന്നെ മാറ്റിക്കുറിച്ച ഒരു നേതാവിനെ ചുമലിലേറ്റിയാണ് രാജ്യം ആദരവർപ്പിച്ച് ഇപ്പോൾ വെള്ളപ്പൂക്കളാൽ അലങ്കൃതമായ മഞ്ചത്തിലേക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്കാര ചടങ്ങുകൾ 11:45 നിശ്ചയിച്ചിരുന്നത്. ഏകദേശം 45 മിനിറ്റ് എടുക്കും ഇവിടെ നിന്നും നിഗംബോധ് ഘട്ടിലേക്ക് എത്താൻ. തത്സമയ ദൃശ്യങ്ങളാണ്. പ്രിയ സുനിൽ, വലിയ പ്രവർത്തകരുടെയും സൈനികരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ, വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രത്യേകം അലങ്കരിച്ച മഞ്ചത്തിലേക്ക് ഇപ്പോൾ കയറ്റുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നും 13 കിലോമീറ്റർ മാത്രം അകലെയുള്ള യമുനയുടെ തീരത്തെ നിഗംബോധ് ഘട്ടിലാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ അന്ത്യയാത്രയ്ക്കുള്ള സംസ്കാര ചടങ്ങുകളും അന്ത്യയാത്രയും ഒരുങ്ങുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി, മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇപ്പോൾ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. പ്രേക്ഷകർ നോക്കൂ, ഇതാണ് വൈഡായിട്ടുള്ള ഫ്രെയിം. മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രത്യേക വാഹനം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പിയാസുനിൽ വലിയൊരാൾക്കൂട്ടം അവിടെയുണ്ട്, പ്രവർത്തകരുണ്ട്,
ഒപ്പം ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. മാധ്യമങ്ങളെ ഏറെ അടുത്ത് സ്നേഹിച്ച ഒരു പ്രധാനമന്ത്രിയാണ്. 117 തവണ തൻ്റെ ഭരണകാലത്ത് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച പ്രധാനമന്ത്രിയാണ്. മാധ്യമങ്ങളെ ഭയക്കാത്ത പ്രധാനമന്ത്രിയാണ്. ചോദ്യങ്ങളെ ഭയക്കാത്ത പ്രധാനമന്ത്രിയാണ്. ഉറുദു കവിതയെയും ധനതത്വശാസ്ത്രത്തെയും ഒരേപോലെ സ്നേഹിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. താൻ നടന്നുപോയ പല ഘട്ടങ്ങളിലും തൻ്റെ വീടുകളിലേക്ക് AICC ആസ്ഥാനത്ത് നിന്നും നടന്നുപോയ അതേ പാതയിലൂടെ നിഗംബോധ് ഘട്ടിലേക്ക് ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് യാത്രയാവുന്നു. പിയ സുനിൽ, വലിയൊരാൾക്കൂട്ടം നമുക്ക് AICC ആസ്ഥാനത്ത് കാണാൻ സാധിക്കും. ഇവരെല്ലാവരും ഡോക്ടർ മൻമോഹൻ സിംഗിനെ നിഗംബോധ് ഘട്ടിലേക്ക് അനുഗമിക്കുമോ? അരുൺ, ഈ വിലാപയാത്രയിൽ ഈ നേതാക്കളും പ്രവർത്തകരുമൊക്കെ തന്നെ അണിനിരക്കുകയാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് ഈ ആൾക്കൂട്ടത്തിനിടയിൽ കാണാൻ കഴിയും. DK ശിവകുമാറിനെ പോലുള്ള നേതാക്കളുണ്ട്, KC വേണുഗോപാലുണ്ട്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. പ്രിയങ്ക ഗാന്ധിയൊക്കെ തന്നെ ഇപ്പോൾ ഈ സൈനിക വാഹനത്തിന് തൊട്ടടുത്തുള്ള ഈ കാരിയറിന് സമീപത്ത് നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സൈനിക വാഹനങ്ങൾക്ക് പിറകിൽ ഘടിപ്പിക്കുന്ന ഈ തിരകളും ഒക്കെ തന്നെ ആയുധങ്ങളും ഒക്കെ തന്നെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഈ കാരിയറിലാണ് ഈ മൃതദേഹം കിടത്തിയിരിക്കുന്നത്. ഈ വിലാപയാത്രയിൽ അണിനിരക്കാനായി ഒരുപാട് പേർ ഇപ്പോൾ AICC ആസ്ഥാനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സൈനികർ ഇപ്പോൾ AICC ആസ്ഥാനത്ത് നിന്നും കൊണ്ടുവന്ന ഭൗതിക ശരീരം ഇപ്പോൾ സൈനിക വാഹനത്തിലേക്ക് കിടത്തി അവിടെ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഗ്ലാസ് കൂടിനകത്ത് ഭദ്രമാക്കി വെച്ച ശേഷമായിരിക്കും ഇവിടെ നിന്ന് വിലാപയാത്ര ആരംഭിക്കുക. ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ ഈ വാഹനത്തിന് പിറകെ നിരന്നു നിൽക്കുന്നത് നമുക്ക് കാണാം.